ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ അൻഷി ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പൊ മക്കളെ, നമ്മളെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ സ്ട്രക്ചർ ഓഫ് ആറ്റം അഥവാ ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റും ഷുവറുമായുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇത് നമ്മളെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാത്തതിന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ കൂട്ടുകാർത്തികൾക്കും എല്ലാവർക്കും എന്ത് ചെയ്യണം, ഈ വീഡിയോ നല്ലോണം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. റെഡി അല്ലേ? ഓക്കെ, എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആറ്റം അഥവാ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണത്തിന്റെ പേരെന്ത്? സിമ്പിൾ ആണ്. ആറ്റത്തിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് നമുക്കറിയാം. നമ്മളെ കോഡ് എന്താ? ആറ്റത്തിലെ പാർട്ടിക്കിൾ കാണാനുള്ള കോഡ് പെന്നാണ്. എന്താണ് പെന്ന് എന്ന് ആലോചിച്ചാൽ മതി. പി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പി എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോൺ ആണ്. എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ. സിമ്പിൾ അല്ലടാ? സിമ്പിൾ അല്ലേ? ഇതിന്റെ ചാർജ് കാണാൻ വളരെ സിമ്പിളാ. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂട്രൽ എന്ന് ആലോചിച്ചാൽ മതി. അഥവാ സീറോ ചാർജ്. ന്യൂട്രൽ ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ്ലെസ് ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നമ്മൾ ചോദ്യത്തിന്റെ ഉത്തരം ഇലക്ട്രോൺസ് എന്നാവും. ആരാടാ ഉത്തരം? ഇലക്ട്രോൺസ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള ആരെ ചോദിച്ചാൽ ഇലക്ട്രോൺ ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ? ക്രിസ്റ്റൽ സെറ്റ് അല്ലേ? അതിന് മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കണ്ടെത്തുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്റെ മക്കൾക്ക് എന്താണ് ആറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ എന്ന് മനസ്സിലാവണം. സെറ്റിലടാ? എടാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ മക്കളെ മനസ്സിലാക്കി വെച്ചോ. മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും. മുകളിൽ ഒരു നമ്പർ. ഈ മുകളിലത്തെ നമ്പറാണ് മാസ് നമ്പർ. ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ഇത് പഠിച്ചാൽ മതി. മുകളിൽ മാസ് നമ്പർ. അപ്പൊ മുകളിലത്തെ നമ്പർ ഏതാ? അവിടെ മാസ് നമ്പർ ആവും. അപ്പൊ താഴത്തെ നമ്പർ ഏതാവും സർ? ആറ്റോമിക് നമ്പർ. ആറ്റോമിക നമ്പർ. ബുദ്ധിമുട്ടില്ലല്ലോ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? ആറ്റോമിക് നമ്പർ. മുകളിലത്തെ നമ്പർ ഏതാടാ? മാസ് നമ്പർ. മാസ് ആയ നമ്പർ ഏത് നമ്പറാടാ? മാസ് നമ്പർ. ഇനി ഇതിന്റെ ഒപ്പം തന്നെ വേറെ കൂടും പറഞ്ഞാ രണ്ട് നമ്പേഴ്സ്. 35 ഉണ്ട്, 17 ഉണ്ട്, 35 ഉണ്ട്, 17 ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാടാ? കുറച്ച് നല്ല മാസ് ആയി നിൽക്കുന്നത് 35 അല്ലേ? അപ്പൊ ഏറ്റവും വലുത് മാസ് നമ്പർ ആവും. അപ്പൊ മക്കളെ പഠിച്ചോളൂ, ഏറ്റവും വലുത് എന്താവൂടാ? മാസ് നമ്പർ ആവും. ഏറ്റവും ചെറുത് എന്താവൂടാ? ആറ്റോമിക് നമ്പർ ആവും. സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? ഇനി അതിന്റെ ഒപ്പം തന്നെ എന്റെ മക്കൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ ചോദിച്ചാൽ, നമ്മളെ ആറ്റോമിക് നമ്പറിന് സെയിം ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ചോദിച്ചാൽ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമാണ്. ആറ്റോമിക് നമ്പറിന് സെയിം ആയിട്ടുള്ള ആരൊക്കെയാടാ? പ്രോട്ടോണും ഇലക്ട്രോണും. ബുദ്ധിമുട്ടില്ലല്ലോ? ഇനി മാസ് നമ്പർ എന്താ ചോദിച്ചാൽ സിമ്പിളാടാ. മാസ് നമ്പർ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ മക്കളെ. പ്രോട്ടോണ് പ്ലസ് ന്യൂട്രോണ്. ന്യൂട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടൂടാ? നമ്മളെ മാസ് നമ്പർ കിട്ടും. സിമ്പിൾ അല്ലേ? ഈ മാസ് നമ്പർ ആയിരിക്കും ഏറ്റവും വലുത്. മുകളിൽ മാസ് നമ്പർ, താഴെ ആറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ കണ്ടെത്തടാ. മാസ് നമ്പർ സർ ഞങ്ങളെ മാസ് നമ്പർ മാസ് ആയിട്ടിരിക്കുന്ന നമ്പർ അല്ലേ? മാസ് നമ്പർ 35 ആണ്. ഇനി ആറ്റോമിക് നമ്പർ എത്രയാടാ മക്കളെ? ആറ്റോമിക് നമ്പർ 17 ആണ്, 17 ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ? സെറ്റില്ലടാ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ക്രിസ്റ്റൽ സെറ്റ് ആയിട്ട് ചെയ്യലടാ. ബുദ്ധിമുട്ടില്ലല്ലോ? അങ്ങനെയല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ സർ. ഇത് വലിയ ക്വസ്റ്റ്യൻ ഒന്നല്ലടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കടാ. ത്രീ ഐസോട്ടോപ്പ് ഓഫ് കാർബൺ ആർ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 അല്ലേ? 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്. ഹിൻസ് ഡ്രൈ എന്തുകൊണ്ട്? ആറ്റോമിക് നമ്പർ ഓഫ് കാർബൺ 6 ആണ്. കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അഥവാ കാർബണിന്റെ താഴെ എഴുതുന്ന നമ്പർ 6 ആണ് എന്നുണ്ടല്ലേ? അപ്പൊ മുകളിൽ എത്ര അവിടെ നമ്പർ? 12, 13, 14. നല്ല ബുദ്ധിമുട്ടുണ്ടോ? സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ സെറ്റ് അല്ലേ? അങ്ങനെയല്ലേ? ഒന്നാം ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ഈച്ച് എബവ് ദ ഐസോട്ടോപ്പ്. അതായത് ഇവയിൽ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണം കണ്ടെത്തുക. ഓരോ കാർബണിന്റെ ഐസോട്ടോപ്പിൽ ഇറങ്ങുന്ന പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? സിമ്പിൾ സർ. എടാ, നമ്മൾ കാർബൺ, ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ. ആറ്റോമിക് നമ്പർ നമുക്കറിയാം 6 ആണ്. ആറ്റോമിക് നമ്പർ എവിടെ എഴുതുക? താഴെയാണ് എഴുതുക. അപ്പൊ കാർബൺ 6, ഇവിടെയും 6, ഇവിടെയും 6. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ? കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അതായത് 12, 13, 14. ഇതല്ലടാ ക്വസ്റ്റ്യൻ? ഇതല്ലടാ ചോദ്യം? ഇനി ഇതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് എന്നാ ചോദിച്ചത് സർ? ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആണ്.
ഇത് എത്ര പ്രോട്ടോണാ? ഒന്നാമത് പി ഇവിടെ എഴുതുന്നു, ഇവിടെ പി എഴുതുന്നു, ഇവിടെ പി. നമ്മൾ നേരത്തെ പറഞ്ഞു ആറ്റോമിക് നമ്പറിന് സെയിം ആണ് പ്രോട്ടോണ്. ആറ്റോമിക് നമ്പറിന് സെയിം അല്ലടാ പ്രോട്ടോണ്. അങ്ങനെയാണെങ്കിൽ എത്ര അവിടെ വരിക? ഇവിടെ 6 വരും, ഇവിടെയും 6 വരും, ഇവിടെയും 6 വരും. സർ ഉത്തരം സിമ്പിൾ ആയി കിട്ടിയല്ലോ. അപ്പൊ 3 ഐസോട്ടോപ്പിലും പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമാണ്, 6 ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐസോട്ടോപ്പുകൾ ഏത് കണങ്ങളുടെ എണ്ണമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വിച്ച് ഈസ് ദ പാർട്ടിക്കിൾ ദാറ്റ് ഡിഫർ ഇൻ ദ നമ്പർ ഓഫ് ഐസോട്ടോപ്പ്? ഡിഫറെന്റ് ആയിട്ട് എന്താണ് ഉള്ളത്? എന്നാലും പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമാണ്. അപ്പൊ ബാക്കി എന്താവും മാറുക നോക്കിയാൽ പോരെ? സിമ്പിൾ ആടാ. ഇതിന് ന്യൂട്രോണുകളുടെ എണ്ണം നോക്കടാ. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ സിമ്പിൾ ആടാ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. ആരാണ് അവിടെ വലുതുള്ളത്? 12 ആണ്. 12ൽ നിന്ന് 6 കുറച്ചാൽ എത്ര ഉത്തരം കിട്ടും? 12 - 6 = 6 ഉത്തരം വരും. ഇവിടെയാണെങ്കിലോ 13 - 6 = 7 ഉത്തരം വരും. ഇവിടെ എത്രയാടാ? 14 - 6 = 8 ഉത്തരം വരും. അപ്പൊ n അല്ലടാ, n ഇവിടെ 6 ആണ്, ഇവിടെ 7 ആണ്, ഇവിടെ 8 ആണ്. അപ്പൊ ഐസോട്ടോപ്പുകളിൽ ചേഞ്ച് ആയിട്ടുള്ളത് ആരാ ചോദിച്ചാൽ ആരാടാ മക്കളെ? ന്യൂട്രോൺ ആണ്. ആരാടാ? ന്യൂട്രോൺ ആണ്. എന്നാണ് മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സെറ്റ് അല്ലടാ. അങ്ങനെ 3-ാം ദിവസം എന്താ? കാർബൺ 13 ഐസോട്ടോപ്പിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? കാർബൺ ഹൗ മെനി ന്യൂട്രോൺസ് ആർ ദേർ ഇൻ കാർബൺ 13 ഐസോട്ടോപ്പ്? ഇവിടെ നോക്കടാ, കാർബൺ 13 ഇവനല്ലേ, ഇവന്റെ ഐസോട്ടോപ്പ് എത്രടാ ന്യൂട്രോൺ ഉള്ളത്? 7 ആണ്. ന്യൂട്രോൺ ന്യൂട്രോൺ n = 7 അല്ലേ? 7 കണ്ടെത്തി. വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, അഥവാ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് കിട്ടൂടാ ന്യൂട്രോൺ 7. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഉത്തരം എഴുതി 7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പ്. വിച്ച് ഐസോട്ടോപ്പ് കാർബൺ യൂസ്ഡ് ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽ? വെരി വെരി ഇമ്പോർട്ടന്റ്. ഏജ് ഓഫ് ഫോസിൽസ് എന്താണ്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഏതാ ചോദിച്ചാൽ കാർബൺ 14 ആടാ. ഏതാടാ ഉത്തരം? കാർബൺ 14 ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ. സെറ്റ് അല്ലടാ, കാർബൺ 14. അങ്ങനെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള, ക്രിസ്റ്റൽ ഷുവർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് തോന്നുന്നത്. അപ്പൊ മക്കളെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Okay, bye.